കാക്കനാട് 18 കൊല്ലം മുമ്പ് ആണ് സൺറൈസ് തുടങ്ങിയത്. അന്ന് ഈ ലെഫ്റ്റിൽ കാണുന്ന ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അതിന്റെ 2-3 ഫ്ലോറുകൾ മാത്രമേ, 2.5 ഫ്ലോർ മാത്രമേ ഞങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ പേഷ്യന്റ് ഒരു ലാപ്രോസ്കോപ്പിക് സർജറിക്കുള്ള പേഷ്യന്റ് ആയിരുന്നു. ആ പേഷ്യന്റ് ഇവിടെ അഡ്മിറ്റ് ചെയ്തു. അന്ന് ഒരേ ഒരു പേഷ്യന്റ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ പേഷ്യന്റ് രാത്രി എന്നെ വിളിച്ചു, ഡോക്ടർ, ഈ ഇത്രയും വലിയ ബിൽഡിങ്ങിൽ എനിക്ക് പേടിയാവുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന ഹോസ്പിറ്റലിൽ തന്നെ താമസിച്ചു. അങ്ങനെയാണ് അന്ന് ആദ്യമായിട്ട് സൺറൈസ് തുടങ്ങുന്നത്. അപ്പൊ അവിടെ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കാക്കനാട് സൺറൈസ് ആണ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും കാക്കനാടുകാർക്ക് അറിയാവുന്നത് കാക്കനാട് സൺറൈസ് ആണ്. കാക്കനാട് നിന്നും വളർന്ന് സൺറൈസ് കാസർഗോഡ് കിംസ് ഹോസ്പിറ്റൽ, അത് 35 കൊല്ലം പഴക്കമുള്ള ഒരു ഹോസ്പിറ്റലാണ്. കിംസ് ഹോസ്പിറ്റലായിട്ട് പാർട്ണർഷിപ്പില് കിംസ് സൺറൈസ് തുടങ്ങിയാണ്. അതുകൂടാതെ തന്നെ അത് കഴിഞ്ഞ് കാഞ്ഞങ്ങാട് സ്റ്റാർട്ട് ചെയ്തു. ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ആയിട്ടുള്ള കാലിക്കറ്റുള്ള PVS ഹോസ്പിറ്റലുമായിട്ട് സൺറൈസ് ചേർന്ന് ഇന്ന് കാലിക്കറ്റിലുള്ള PVS ഹോസ്പിറ്റൽ PVS സൺറൈസ് ഹോസ്പിറ്റലാണ്. അത് കഴിഞ്ഞ് ചങ്ങരംകുളത്ത് ഹോസ്പിറ്റൽ തുടങ്ങി ഏകദേശം 15 കൊല്ലം മുമ്പ്. അതുകൂടാതെ ഈ അടുത്ത് 1 മാസം മുമ്പ്, 1.5 മാസം മുമ്പ് കുളനട, പന്തളത്തടുത്ത് കുളനട എന്ന ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു. അതുകൂടാതെ കേരളത്തിന് പുറത്തും സൺറൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദുബായില് സൺറൈസ് ഹോസ്പിറ്റൽ അന്ന് ഏകദേശം 15ഓളം കൊല്ലം മുമ്പ്, അന്ന് ദുബായിലെ സെക്കൻഡ് ലാർജസ്റ്റ്, 2ാമത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായിരുന്നു സൺറൈസ്. ദുബായിൽ ഉണ്ടായിരുന്ന അന്ന് ഏകദേശം 9ഓളം ക്ലിനിക്കുകൾ സൺറൈസ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബോംബെയിലേക്ക് പോയി. ബോംബെയില് 300ഓളം കിടക്കകളുള്ള ഒരു ഹോസ്പിറ്റല് സൺറൈസ് സ്റ്റാർട്ട് ചെയ്തു. അത് നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവും. അതാണ് കോവിഡ് കാലത്ത് തീ പിടിച്ച ഒരു ഹോസ്പിറ്റൽ. അന്ന് അതിന്റെ സൈഡിലുള്ള മോളില് തീ പിടിച്ചു. ആ തീ സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് പടർന്നു. അന്ന് ഏകദേശം 80ഓളം ICU പേഷ്യൻസ് കോവിഡ് കാലമായതുകൊണ്ട് സൺറൈസിലുണ്ടായിരുന്നു. ഏകദേശം ഒട്ടുമിക്ക പേഷ്യൻസിനെയും, പലരും വെന്റിലേറ്ററിലായിരുന്ന പേഷ്യൻസ് ആണ്. നിങ്ങൾക്കറിയാലോ, വെന്റിലേറ്ററിലായിരുന്ന പേഷ്യന്റ് ഒരു തീ പിടിക്കുമ്പോൾ ഒരു അപകടം ഉണ്ടാകുന്ന സിറ്റുവേഷൻ. മിക്ക പേഷ്യന്റിനെയും ഞങ്ങൾക്ക് അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഏകദേശം 11ഓളം പേഷ്യൻസിനെ ഞങ്ങൾ ലൂസ് ചെയ്തു. അത്ര വലിയൊരു തീയായിരുന്നു. അത് കഴിഞ്ഞിട്ട് സൺറൈസ് ഹോസ്പിറ്റൽ ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിൽ നിന്ന് 2ഓളം ഹോസ്പിറ്റലുകളുണ്ട് സൺറൈസിന്. സൺറൈസിന്റെ ഈ പുതിയ മുഖം സൺറൈസ് കൊണ്ടുവരുന്നത് കേരളത്തിൽ തന്നെ ഏകദേശം 20ഓളം ഹോസ്പിറ്റലുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സംരംഭത്തിലാണ്. സംരംഭത്തിന്റെ ആദ്യ പടിയായിട്ടാണ് സൺറൈസ് എന്ന് ഈ പുതിയൊരു ലോഗോയും പുതിയൊരു മുഖവും കാഴ്ചവെക്കുന്നത്. സൺറൈസ് ഹോസ്പിറ്റൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത അന്ന് തന്നെ കേരളത്തിൽ തന്നെ ആദ്യത്തെ കാർഡിയക് CT, അതായത് അന്ന് ഇവിടെ എവിടെയും കാർഡിയക് CT എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല. അന്നെല്ലാം ഈ 2 സ്ലൈസ് CT, സിംഗിൾ സൈസ് CT ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിലെ ആദ്യത്തെ 3 ഡയമെൻഷണൽ കാർഡിയക് CT സൺറൈസിൽ സ്റ്റാർട്ട് ചെയ്യുകയും അന്ന് അസീം പ്രേംജി, അന്ന് വിപ്രോജിയുടെ CT ആയിരുന്നു അന്ന്. അത് കാരണം അസീം പ്രേംജി സൺറൈസ് ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് അമൃത ഹോസ്പിറ്റൽ പിന്നെ കേരളത്തിൽ 2ാമത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ MR ഗൈഡഡ് ഹൈഫു, അതായത് ഫൈബ്രോയിഡ്സിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് MRI ഗൈഡഡ് ആയിട്ടുള്ള സർജറി ചെയ്യാതൊരു മെത്തേഡ് സൺറൈസ് ഹോസ്പിറ്റല് ആദ്യമായിട്ട്, അത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമായിരുന്നു MR ഗൈഡഡ് ഹൈഫു എന്നുള്ളത്. ലാപ്രോസ്കോപ്പിയിലൂടെ ക്യാൻസർ സർജറി ചെയ്തത് കേരളത്തിൽ ആദ്യമായിട്ടും ഇന്ത്യയിൽ തന്നെ ഏകദേശം വൺ ഓഫ് ദ ഫസ്റ്റ് ഹോസ്പിറ്റൽസ് ലാപ്രോസ്കോപ്പിയിലൂടെ ക്യാൻസർ സർജറി ചെയ്തത് സൺറൈസ് ആണ്. അന്ന് നമ്മൾ ഇവിടുന്ന് സൺറൈസ് ഹോസ്പിറ്റലിൽ നിന്ന് ലാപ്രോസ്കോപ്പിക് സർജറി അന്ന് അമേരിക്കയുടെ ഏറ്റവും വികസിതമായിട്ടുള്ള രാജ്യമായിട്ടുള്ള അമേരിക്കയിലെ അവരുടെ നാഷണൽ കോൺഫറൻസിലേക്ക്, ലാസ് വേഗസിൽ ഏകദേശം 8,000ഓളം ഡോക്ടർമാർ ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള കോൺഫറൻസിലേക്ക് സൺറൈസ് ഹോസ്പിറ്റലിലെ ഈ 3ാമത്തെ നിലയിൽ നിന്നുള്ള ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് രാത്രി 11 മണിക്ക് നമ്മൾ സാറ്റലൈറ്റ് ലിങ്ക് വഴി ലാസ് വേഗസിലേക്ക് ലൈവായിട്ട് അന്ന് സർജറി ചെയ്ത് അവരെ പഠിപ്പിക്കാനായിട്ട് ഇവിടെ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുകയുണ്ടായി.
അത് കൂടാതെ തന്നെ പലതവണയായിട്ട് ഈജിപ്റ്റ്, UAE, എത്യോപ്യ, ബംഗ്ലാദേശ്, ബഹ്റൈൻ, ശ്രീലങ്ക അതുപോലെ പല രാജ്യങ്ങളിലേക്കും ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ സർജറി ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുണ്ടായി. കേരളത്തിൽ നല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് യൂട്രൈൻ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ലൈസൻസ് കിട്ടിയത് സൺറൈസ് ഹോസ്പിറ്റലാണ്. അതുകൂടാതെ തന്നെ ലാർജസ്റ്റ് ഏറ്റവും കൂടുതൽ ലാപ്രോസ്കോപ്പിയിലൂടെ ഹിസ്റ്റക്ടമി ചെയ്തത് ഇന്ന് ലോകത്ത് തന്നെ എല്ലാ സൺറൈസ് ഹോസ്പിറ്റലിനെയും കൂടി കണക്കെടുത്തു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലാപ്രോസ്കോപ്പി കൂടെ ഗർഭപാത്രം റിമൂവൽ ശസ്ത്രക്രിയ ചെയ്തത് സൺറൈസ് ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ലാപ്രോസ്കോപ്പിക് എൻസർക്കിൾ, അതായത് അബോർഷൻ ആവുന്ന രോഗികൾക്ക് ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ലാപ്രോസ്കോപ്പിക് എൻസർക്കിളാജ്. ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ദുബായിലെ സൺറൈസ് ഹോസ്പിറ്റലാണ്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ നമ്പർ ലോകത്ത് തന്നെ ഈ ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ളത് സൺറൈസ് ഹോസ്പിറ്റൽ ശൃംഖലയിലാണ്. ലോകത്ത് ആദ്യമായിട്ട് ഒരു കുട്ടി ഈറോടുന്ന ഒരു പെൺകുട്ടി ഈറോടുന്ന ഏകദേശം ഗർഭപാത്രം പൊട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷനിൽ, അതായത് IVF പ്രഗ്നൻസി ആണ്, ആ കുട്ടിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഈറോഡിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി. അപ്പൊ ആദ്യമായിട്ട് ലോകത്തിൽ തന്നെ മെഷ് പ്ലാസ്റ്റി എന്നുള്ള സർജറി വഴി ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റിയത് കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഏകദേശം ഇന്ത്യ ഒട്ടേക്ക് ഏകദേശം 3000 ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റക്ടമി ശസ്ത്രക്രിയകൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്, അത് ഇവിടെ മാത്രമല്ല, രാജസ്ഥാനിലും ആസാമിലും ഡൽഹിയിലും ഒക്കെ ആയിട്ട് പല ഹോസ്പിറ്റലുകളായിട്ട് സൺറൈസ് ഹോസ്പിറ്റലിലെ ടീം 3000-ഓളം ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റക്ടമി ശസ്ത്രക്രിയ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുകയുണ്ടായി. അത് കൂടാതെ തന്നെ 2 സൺറൈസ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കേരളത്തിന് 2 ദുരന്തങ്ങൾ, മഹാമാരിയായിട്ടും ഫ്ലഡായിട്ടും 2 നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത 2 ഇൻസിഡൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നമ്മൾക്ക് വന്ന വെള്ളപ്പൊക്കം. ഈ സമയത്ത് സൺറൈസ് ഹോസ്പിറ്റലിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അന്ന് വെള്ളപ്പൊക്കം വന്ന എല്ലാ രോഗികൾക്കും ഈ ഹോസ്പിറ്റൽ തുറന്നു കൊടുത്തു. ഫ്രീ ആയിട്ട്, ടോട്ടലി ഫ്രീ ആയിട്ട്, ഒരു ബില്ല് പോലും ഇല്ലാതെ തുറന്നു കൊടുക്കുകയാണ് ചെയ്തത്. അന്ന് ഏകദേശം നമ്മളിവിടെ 30ഓളം ഡെലിവറികൾ, കാർഡിയാക് പ്രൊസീജിയേഴ്സ്, കാർഡിയാക് സർജറി, ആൻജിയോപ്ലാസ്റ്റി കൂടാതെ പല സർജറികളും, പല ലാപ്രോസ്കോപ്പിക് സർജറികളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കോവിഡ് സമയത്ത് പ്രൈവറ്റ് സെക്ടറിൽ കേരളത്തിൽ ആദ്യമായിട്ട് കോവിഡ് ചികിത്സ തുടങ്ങുന്നത് കാസർഗോഡ് സൺറൈസ് ഹോസ്പിറ്റലാണ്. അന്ന് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും കോവിഡ് ചികിത്സ തുടങ്ങാനായിട്ട് മടിച്ചു നിന്ന സമയത്ത് കാസർഗോഡ് നമ്മളൊരു ഹോട്ടൽ എടുത്തത് ഹോസ്പിറ്റലായിട്ട് കൺവേർട്ട് ചെയ്ത് കോവിഡ് ചികിത്സ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായത്. ആ സമയത്ത് തന്നെ നമ്മൾ ചങ്ങരംകുളം എന്നുള്ള സ്ഥലത്ത് ഏകദേശം 120ഓളം ബെഡുകളുള്ള കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള, ഒരു ബില്ലിംഗ് കൗണ്ടർ പോലും ഇല്ലാത്ത ഒരു കോവിഡ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. കോവിഡ് സമയത്ത് ഏകദേശം 1000ഓളം ബ്ലഡുകൾ ഇന്ത്യയിലൊട്ടൊക്കെ സൺറൈസ് ഹോസ്പിറ്റൽ റൺ ചെയ്തിരുന്നു. അതിൽ കേരളത്തിൽ കൂടാതെ ബോംബെയിൽ നമ്മൾ 300ഓളം ബെഡ്സ് റൺ ചെയ്തിരുന്നു. അതുകൂടാതെ ഡൽഹിയിലും കേരളത്തിൽ പല ഹോസ്പിറ്റലുകളായിട്ട് 1000ഓളം ബെഡുകൾ റൺ ചെയ്തിരുന്നു. അത് കൂടാതെ 10,000ഓളം കോവിഡ് പേഷ്യൻസിനെ നമ്മൾക്ക് ചികിത്സിക്കാൻ പറ്റി. സൺറൈസ് ഹോസ്പിറ്റലിൽ പല ജീവനുകളും നമ്മൾക്ക് സൺറൈസ് ഹോസ്പിറ്റലിൽ രക്ഷപ്പെടുത്താൻ പറ്റി. അതിൽ 3500ഓളം കോവിഡ് രോഗികളെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് സൺറൈസ് ഹോസ്പിറ്റൽ ഈ പല ഹോസ്പിറ്റലായിട്ട് ചികിത്സിച്ചത്. ഈ 18 കൊല്ലത്തിനിടയിൽ സൺറൈസ് ഹോസ്പിറ്റലുകളിൽ ഏകദേശം 3,15,280ഓളം സർജറികളും ഏകദേശം 3 ലക്ഷത്തോളം പ്രൊസീജിയേഴ്സും നമ്മൾ ഇതുവരെ ചെയ്തു തീർത്തിട്ടുണ്ട്. സൺറൈസ് ഹോസ്പിറ്റലിന്റെ പല ഹോസ്പിറ്റലായിട്ട് ഏകദേശം 1,27,64,000 രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട് ഇന്ന് വരെ ഈ 18 കൊല്ലത്തിനിടയിൽ. അതിൽ ഏകദേശം 7,02,000ഓളം ഡയാലിസിസ് രോഗികളെ നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സൺറൈസ് ഹോസ്പിറ്റലിൽ. ഇന്ന് സൺറൈസ് ഹോസ്പിറ്റൽ മാറുകയാണ്. ഞാനും എൻ്റെ വൈഫും വേറെ 2-3 സ്റ്റാഫുകളായിരുന്നു ഈ ഹോസ്പിറ്റലിൽ തുടങ്ങി. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഫൈസലും റിയാസും ഒക്കെ ഞങ്ങളോട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് സ്റ്റാഫുകളായിട്ടാണ് ഈ ഹോസ്പിറ്റൽ ഞങ്ങൾ തുടങ്ങിയത്. ഇന്ന് സൺറൈസ് ഹോസ്പിറ്റലിന്റെ വിവിധ ശാഖകളായിട്ട് ഏകദേശം 3000ഓളം 4,000ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് സൺറൈസ് ഹോസ്പിറ്റൽ മാറുകയാണ്. മാറ്റമാണല്ലോ എല്ലാം ഏറ്റവും സ്ഥിരമായിട്ടുള്ള ഒരേ ഒരു കാര്യം. ചേഞ്ച് ഇസ് ദ ഓൺലി പെർമനന്റ് തിങ്.
ഇൻ ദ വേൾഡ്. അപ്പൊ മാറ്റം നടക്കുകയാണ് സൺറൈസ് ഹോസ്പിറ്റലിന്. ഈ മാറ്റത്തിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. സൺറൈസ് ഹോസ്പിറ്റലിലെ ഇപ്പോൾ ഉള്ള ഒരു സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ 20ഓളം ഹോസ്പിറ്റലുകൾ അടുത്ത 4-5 കൊല്ലത്തിനുള്ളിൽ തുടങ്ങാനാണ് സൺറൈസ് ഹോസ്പിറ്റലിലെ സംരംഭം. ഈ ഓഗസ്റ്റ് 1-ാം തീയതി സൺറൈസ് ഹോസ്പിറ്റൽ അടിമാലിയിൽ അടുത്ത ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ 1.5 മാസം മുമ്പാണ് ഞങ്ങൾ കുളനടയിൽ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഹോസ്പിറ്റലുകളെല്ലാം ഞങ്ങൾ വളരെ വലിയ ഹോസ്പിറ്റലായിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 150-200 ബെഡുള്ള ഈ സൈസിലുള്ള ഹോസ്പിറ്റലുകൾ, പക്ഷേ എല്ലാ ഫെസിലിറ്റീസും ഈവൻ കാർഡിയക് പ്രൊസീജിയറിനുള്ള ഫെസിലിറ്റി വരെയും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സംരംഭമാണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ബാക്കിലുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കാണുന്ന വലിയ ഹോസ്പിറ്റൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ചെറിയ ഹോസ്പിറ്റൽ മതി ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ കുറെ ബിൽഡിംഗ് ഒന്നും ആവശ്യമില്ല. അതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള എക്യുപ്മെന്റ്സും അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ഡോക്ടേഴ്സാണ്. ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടുള്ള ഗുണം സൺറൈസ് ഹോസ്പിറ്റലിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാരണ കാണുന്ന വളരെ വലിയ ഹോസ്പിറ്റലിനേക്കാളും വളരെ ചെലവ് കുറച്ച് രോഗികളെ ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയും. അപ്പൊ ഈ സംരംഭത്തിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.